ആര് അമ്മമാര് ചേർന്ന് നിന്നു, അമ്മയോടൊപ്പം. അങ്ങനെയല്ലേ? ആ മനസ്സോട് ചേർന്ന് നിന്നു. നടുവാഴ്ന്നുടയവരെ, ആ മന്ത്രശാലയിങ്കൽ വെച്ചു പൂട്ടിയിരിക്കുന്ന ആ ഇരുളകത്തുനിന്ന് ഒരു വെളിച്ചം കാണിക്കാൻ എനക്ക് കടാക്ഷം ഉണ്ടാക്കി തരണം എന്നാണ് എന്നോട് പറഞ്ഞത്. അത് സാധിച്ചു അല്ലേ? അത് അതിമധുരമായിട്ട് ശില കൊണ്ട് തടമാടി തേൻ കൊണ്ട് ജലം പകർന്നു അല്ലേ? നട്ട് നനച്ച് ഫലവൃക്ഷമായിട്ട് അല്ലേ? ഫലവൃക്ഷമായിട്ടല്ലേ ഉള്ളത്. ലോകമറിഞ്ഞില്ലേ ഈ ദേശം അല്ലേ? മുമ്പത്തെ ഇവർ പരദേവതമാരെ അറിഞ്ഞു, പോലെ സ്വരൂപമറിഞ്ഞു, ദേശമറിഞ്ഞു അല്ലേ? അപ്രകാരത്തിലാണ് അതിനൊരു കാരണക്കാരൻ, ഒരു നിയോഗം പോലെ ഒരു കാരണക്കാരൻ മാത്രമാണ് എൻ്റെ നാട് വാഴുന്നത്. അമ്മ തന്നിരിക്കുന്ന പിതാവ് കൽപ്പിച്ചിരിക്കുന്നു. ചനത് പുലിസ്തരുടെ പുത്രരെങ്കിൽ നൽകിയും പോലും ആ അനുഭവങ്ങൾ അഗ്നിയോടെ കഴിച്ചു നാലാൾക്ക് കാണുവാനും കേൾക്കുവാനും എത്ര നഷ്ടങ്ങളുണ്ടായി എന്ന് എണ്ണി പറയാൻ എനിക്ക് കഴിയും. എൻ്റെ നാടുവാഴുന്നവർക്ക് കഴിയില്ല. എത്ര നഷ്ടമുണ്ടായി. അതിലേറെ അമ്മേൻ്റെ കടാക്ഷം ഉണ്ടായി അല്ലേ? ആ നഷ്ടത്തിലേറെ അമ്മേൻ്റെ കടാക്ഷം ഉണ്ടായി. അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഓരോരുത്തർക്കും ഇല്ലേ? ഒരു വെളിച്ചം കത്തിച്ചു വെച്ചാൽ ആ പ്രഭ അല്ലേ ചുറ്റുന്ന പോലെയാണ്. ആ വെളിച്ചമാകുന്ന അനുഭവത്തിലാണ് ഇവിടെ കത്തിച്ചു വെച്ചിരിക്കുന്ന ദീപമാണമ്മ. ആ ദീപത്തിന് ചുറ്റുമാകുന്നുള്ളൂ. അവിടെ സർവൈശ്വര്യമായിട്ട് സർവാഭിഷ്ട വരദായികയായിട്ട് എല്ലാം അമ്മ കൽപ്പിച്ചു നൽകിയിട്ടുണ്ട്. ഇന്ന് ലോകതക്ക് തക്കവണ്ണം അല്ലേ? ലോകരെ അറിയാനും കേൾക്കാനൊന്നും അല്ലെങ്കിലും നിങ്ങൾക്കൊരു മനസ്സിന് തൃപ്തിക്ക് വേണ്ടിയിട്ട് അല്ലേ? അവരുടെ ഒരു അനുഭവത്തിന് വേണ്ടി അങ്ങനൊരവസ്ഥ കൽപ്പിക്കുന്നു. അത് നമുക്കും സന്തോഷമാണ്. നമ്മുടെ ഈ സന്നിധിയിൽ ഇന്നത്തെ ദിനം അല്ലേ? അത് കൽപ്പിക്കുമല്ലേ? ആരാണത് കൽപ്പിക്കുന്നത്? ഇങ്ങോട്ട് വാ കൽപ്പിക്കാം. വാങ്ങിയിട്ട് വാ. അതിനും ഒരു മഹത്വം വേണം. ഈ ഇത്രയും മഹത്തരമായിരിക്കുന്ന കഴിവ് പറയുന്നില്ല, കഴിവിനുള്ള അനുഭവമാണ് അല്ലേ? ഇത്രയും മഹത്തരമായിരിക്കുന്ന ഈ അനുഭവങ്ങളൊക്കെ കൊണ്ടുകൂട്ടാൻ സാക്ഷിയായിരിക്കുന്ന എൻ്റെ നാടുവാഴുന്നുടിയവരാ ആരാധിക്കുന്നവർക്കും ഉണ്ട് ഒരു പ്രാപ്തിയും കഴിയും അല്ലേ? ദൈവാധീനം അത് അമ്മ തന്ന മഹാപുണ്യമാണ് കേട്ടോ. അതുകൊണ്ട് ഏവരുടെയും സമ്മതമല്ലേ? സന്തോഷല്ലേ? ശബ്ദത്തോടു കൂടി ആയിക്കോട്ടെ. സമ്മതല്ലേ? സന്തോഷല്ലേ? ഒന്ന് കരം ചേർത്താൽ സന്തോഷല്ലേ? ആ എന്താ മനസ്സിടർന്ന് മഹാപുണ്യം ഈ ഭാഗ്യം നിന്നിൽ കിട്ടിയത് വിളഞ്ഞിക്കുറാന്ന്. ആ വിളഞ്ഞിക്കുറായിട്ട് ഓരോരുത്തരായി നിങ്ങൾ ചെയ്യാം അല്ലേ? എന്താണത്? രഞ്ജി മാറി ഓരോരുത്തരും കൽപ്പിച്ചോ. അത് നിധി എന്താണെന്നുള്ളത് എൻ്റെ നാടുവാഴുന്നുടിയവർ അറിഞ്ഞാൽ മതി. ഇപ്പോഴറിയണ്ട. അവിടെ മന്ത്രശാല മണ്ണുമന ആധാരമായിട്ട് എത്തിയിട്ട് അറിഞ്ഞാൽ മതി കേട്ടോ. എന്താ ഒരു ആകാംക്ഷ ഉണ്ടാവും അങ്ങനെ എന്താണ് എന്നുള്ളത് അല്ലേ? കൊടുത്തത് അല്ലേ? അത് കൊടുത്തത് കുന്നോളായാലും കുന്നിയോളായാലും അത് ആകാംക്ഷ തന്നെയാണ് അല്ലേ? കുന്നോളായാലും കുന്നിയോളായാലും അതൊരു നിധിയാണ്. അതിലപ്പുറം വരുന്നില്ല. പിന്നെയോ അതെന്താണ്? ആ അതും വേണം.
അതാണ് കൊടുത്തിട്ടാണ് വാങ്ങല് അല്ലേ? കൊടുത്തിട്ടാണ് വാങ്ങല് അല്ലേ? അങ്ങനെയല്ലേ പൈതങ്ങളെ അല്ലേ? എൻ്റെ പുത്രനുണ്ട് വീടാ എൻ്റെ ഒരു കല്ലാടി ഉണ്ടോ? എടുത്തു കല്ലാടി വരും സമ്മതല്ലേ? സന്തോഷല്ലേ? ആ സന്തോഷമായി എല്ലാവരും ഇത് എനക്കെനക്ക് തന്നില്ല, എനക്കെനക്ക് കിട്ടിയില്ല എന്നുള്ള പരിഭവം അമ്മ തന്നിട്ടുണ്ട് നിങ്ങൾക്കൊക്കെ കിട്ടുക. അമ്മ എണ്ണി എണ്ണി തരും. അങ്ങനെയാണ് എൻ്റെ അനുഭവം. അങ്ങനെയാണ് പുളിപ്പുറത്തുണ്ടാവും അമ്മ. സങ്കടവാരിധീകരിടാതെ സന്തോഷ സമ്പർക്കത്തോടുകൂടി എന്നും ഇതിലുപരിയായിട്ടൊക്കെ വഴികൾ ചിന്തിച്ചിട്ടുണ്ട്. അതിനൊക്കെ സാക്ഷ്യം വഹിക്കാനുള്ള മഹാഭാഗ്യം, അതിനൊക്കെ സാക്ഷ്യം വഹിക്കാനുള്ളതായിരിക്കുന്ന മഹാഭാഗ്യം നിങ്ങൾക്ക് അനുഭവത്തിലുണ്ടാവും കേട്ടോ. ദേശം മുമ്പാധാരമായിട്ട് അറിഞ്ഞതുപോലെ എൻ്റെ കല്ലാടിയിൽ അല്ലേ ഇളമാനാണെങ്കിലും അല്ലേ രോഗമറിഞ്ഞു അല്ലേ അങ്ങനെ ഒരു കണ്ണ് കോലക്കുരൂപത്തിനകത്ത് ഇത്ര ഐശ്വര്യത്തോടുകൂടി അഴകതായിരിക്കുന്ന അനുഭവത്തോടുകൂടി നിലനിന്നു അല്ലേ. അങ്ങോട്ട് പോവാ, അങ്ങോട്ട് നിൽക്കുക, അങ്ങോട്ട് വീടുന്നു. 10 മാസം നൊന്ത് പറ്റിയിരിക്കുന്ന തൻ്റെ പുത്രൻ്റെ അനുഭവം പന്ത്രണ്ടോടാ വീണ്ടോ ആ ഐശ്വര്യമായിട്ട് അനുഭവത്തോടുകൂടി പരിപാലിച്ച് അമ്മ നിറഞ്ഞെടുത്തു. ഇനിയുള്ള കാര്യങ്ങൾ എൻ്റെ വഴിയാമണ്ണം ആചാരാനുഭവങ്ങൾ വരയേണ്ടത് വരഞ്ഞും ഒഴിയേണ്ടത് ഒഴിഞ്ഞും നിലനിന്ന് സമ്പൽ സമൃദ്ധിയോടുകൂടി ശ്രേയസ്കരമായിട്ടല്ലേ നിറഞ്ഞാടാനുള്ള ഭാഗ്യം കമ്പകടാക്ഷം. സന്തോഷമായില്ലേ? ഇനി അമ്മക്കും കൽപ്പിക്കണം കേട്ടോ. പറ്റില്ലാലും ഞാൻ കൊതിക്കണം കേട്ടോ. പറയാലോ